നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇറ്റാലിയൻ സീരിയയിൽ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ടോപ്പ് സ്കോറർ പട്ടം ലൗട്ടറോ മാർട്ടീനസിന്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ലിയോ മെസ്സിക്ക് ശേഷം ടോപ്പ് സ്കോറർ ആവുന്ന ആദ്യ അർജന്റീൻ താരമായിട്ട് ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുകയാണ്. ലൗട്ടറോ മാർട്ടീനസ് ഈസ് ദി ഫസ്റ്റ് അർജന്റീൻ ടു ബി the top scorer in one of the Europe's top 5 leagues since Leo Messi in the 2020-2021 La Liga season. 2020-21 സീസണിൽ ലാ ലീഗയിൽ ലയണൽ മെസ്സി ടോപ്പ് സ്കോറർ ആയതിനു ശേഷം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഒന്നിൽ ടോപ്പ് സ്കോറർ ആവുന്ന ആദ്യ അർജന്റീൻ താരമായിട്ട് ലൗട്ടറോ മാർട്ടീനസ് മാറിയിരിക്കുകയാണ്. എന്തൊരു കിടിലൻ സീസണാണിത്. ലൗട്ടറോക്ക് കിരീടം ചൂടിയിരിക്കുന്നു. സീരിയയിൽ ഒരിക്കൽ കൂടി കിരീടം ചൂടിയിരിക്കുന്നു ഇന്റർ മിലാൻ. ലൗട്ടറോ അടിച്ചു കൂട്ടിയത് 24 ഗോളുകളാണ് സീരിയയിൽ ഈ സീസണിൽ. തൊട്ടടുത്ത് പോലും ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ മറ്റാരുമില്ല. 16 ഗോളുകളേ ഉള്ളൂ രണ്ടാമതുള്ള യുവന്റസിന് ഡ്യൂസൻ വ്ലഹോവിച്ചിന്. മിലാൻ്റെ ഒലിവർ ഗിറൂദിനും അതുപോലെ നാപ്പോളിയുടെ വിക്ടർ ഒസിംഹനും ആവട്ടെ 15 വീതം ഗോളുകളേ ഉള്ളൂ. അപ്പോൾ വലിയ വ്യത്യാസത്തിൽ തന്നെയാണ് ആ ടോപ്പ് സ്കോറർ പട്ടം ലൗട്ടറോ മാർട്ടീനസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എന്ത് മികച്ചൊരു സീസണാണിത് ഇന്റർ മിലാൻ എന്ന കാര്യം കൂടി നോക്കുക. 29 വിജയങ്ങൾ, 7 സമനിലകൾ, 2-2 തോൽവികൾ, 89 ഗോളുകൾ അവരടിച്ചു. 22 ഗോളുകളെ കൺസീഡ് ചെയ്തുള്ളൂ. രണ്ടാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ 19 പോയിന്റിന്റെ ഒരു ലീഡിലാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. അതായത് ഇന്റർ മിലാന് 38 കളികളിൽ നിന്ന് 94 പോയിന്റുമായിട്ട് ഒന്നാമത് കിരീടം ചൂടി നിൽക്കുമ്പോൾ രണ്ടാമതുള്ള എസി മിലാന് 75 പോയിന്റേ ഉള്ളൂ. വലിയ ആധിപത്യമാണ് ലൗട്ടറോയുടെ ഇന്റർ മിലാൻ ഈ സീസണിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്